വിറകടുപ്പുകളൊക്കെ ഇപ്പം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഗ്യാസിനെയാണ് എപ്പോഴും ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരും ഓരോ ഇതിന് പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഗ്യാസിനെയാണ് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം. മഹായുഗങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം, കേരള മലയാളിയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തതോടുകൂടി ഇന്ത്യയിൽ LPG ക്ഷാമം രൂക്ഷമാണെന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം വ്യക്തമാക്കി. ഗാർഹിക ആവശ്യത്തിനുള്ള LPG ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും പാനിക് ബുക്കിംഗ് നടത്തരുതെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ജനങ്ങൾ പറയുന്നത് ഇതാണ്. സാധാരണക്കാരായ ജോലിക്കാരെയും ഹോട്ടൽ ജീവനക്കാരെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു സാമൂഹിക പ്രശ്നമായിട്ടൊരു മാറുവാണ്. അതിന് വേണ്ട നടപടികൾ മേലധികാരികൾ കൈക്കൊള്ളണം. പലരുടെയും തൊഴിൽ പോലും നഷ്ടപ്പെടും. അന്നൊന്നുകൊണ്ട് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും. ഓരോ ആളെ കൊണ്ട് കുടുംബങ്ങൾ പട്ടിണിയാകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ മേലധികാരികൾ വ്യക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടറുകളുടെ അവൈലബിലിറ്റി ഇപ്പോൾ കമ്പനികൾ വെട്ടിച്ചുരുക്കിയിരിക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടുത്തെ നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റോക്ക് പോലും ഇന്ന് ഇത്രയും നേരമായിട്ട് നമുക്ക് സപ്ലൈ വന്നിട്ടില്ല. ഓൾറെഡി മാർച്ച് 1-ാം തീയതി 30 രൂപയോളം സിലിണ്ടറിന് എല്ലാ മാസവും ഉണ്ടാകുന്ന പ്രതിഭാസം അനുസരിച്ച് കൂടിയാലും, പക്ഷേ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോഴേക്കും ഇന്നിപ്പം രാവിലെ 115 രൂപയാണ് കൊമേഴ്സ്യൽ സിലിണ്ടറിന് വില കൂടിയിരിക്കുന്നത്. അത് മാത്രമല്ല, കമ്പനികൾ MRPയിൽ മേൽ ഞങ്ങളെപ്പോലത്തെ ഓരോ കടക്കാർക്കും ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ടും ഓൾറെഡി അവർ കൊടുക്കണ്ട, കട്ട് ചെയ്ത് എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ഇന്നിപ്പോൾ 115 രൂപ കൂടിയപ്പോൾ 1900 രൂപയായി ഒരു സിലിണ്ടറിൻ്റെ വില. പക്ഷേ സിലിണ്ടറിൻ്റെ അവൈലബിലിറ്റി വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളെ സംബന്ധിച്ച് 2-3 ദിവസത്തിൽ കൂടുതലൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അതായത് അൺഇൻറ്ററപ്റ്റഡായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വിറകടുപ്പുകളൊക്കെ ഇപ്പം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഗ്യാസിനെയാണ് എപ്പോഴും ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരും ഓരോ ഇതിന് പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഗ്യാസിനെയാണ് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ പാചകവാതകത്തിന്. 60 രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പം ഇത്രയും. ഇതോടുകൂടി കേരള മലയാളി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം.